അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ രാത്രി ഐഷുമ്മക്ക് ഒരു സുഖവും കൊടുക്കുന്നില്ല. സൗദ, ഉമ്മ ഉമ്മ എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ? നവാസ്ഖാനെ വിളിക്ക്. ഈ നവാസ്ഖത് എവിടെ പോയി കിടക്കുക? അല്ല, നവാസ്ഖ എൻ്റെ കുട്ടിയാണ്. എൻ്റെ കുട്ടീനെ ഞാൻ വിളിച്ചാൽ ഓൻ വരും. ഉമ്മ എന്നെ വിളിക്കേ. പക്ഷേ എൻ്റെ കുട്ടിനോട് ഞാൻ വിളിച്ചാൽ വരുന്നുണ്ടെങ്കിലേ എൻ്റെ കുട്ടിക്ക് എന്നോട് കുറച്ച് കടപ്പാടുകളൊക്കെ ഉണ്ട്. കാരണം എൻ്റെ കുട്ടിയെ ഞാനാണ് മുലപ്പാൽ കൊടുത്ത് പോറ്റി വളർത്തിയത്. സൗദ, അനക്കുണ്ടൊരു മോനെ. ആ കുട്ടിയെ മുലപ്പാൽ കൊടുത്തില്ലെങ്കിലേ ആ കുട്ടി നിനക്കെതിരെ വരും കേട്ടോ, മനസ്സിലാക്കിക്കോ. പിന്നെ ആ കുട്ടിക്ക് ഈ പാല് കൊടുത്താ ഞാൻ കൊടുക്കൂല, എന്നെക്കൊണ്ട് വയ്യ. അതിപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊന്നും നിങ്ങൾ ഇതാക്കി തരണമില്ല എന്താന്നില്ലേ? അതെ, കൊച്ചു കുട്ടികളെപ്പോലെ അവൾ പിണങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഐഷുമ്മാക്ക് എന്താവണം എന്നുള്ള അവസ്ഥയായിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ നുസൈബക്കും ഷമ്മാസിനൊക്കെ അത് വല്ലാത്തൊരു ടെൻഷനായി. ഒരു നിമിഷം നുസൈബ ഷമ്മാസിനോട് പറഞ്ഞു, ഇക്ക നമ്മളെന്താ ചെയ്യുക? എൻ്റെ നുസി അന്ന് വയറുവേദന എന്ന് പറഞ്ഞ് അഭിനയിച്ചതാണ്. അന്ന് വയറുവേദന എന്ന് പറഞ്ഞ് അഭിനയിച്ച കാര്യം നിനക്കറിയണമല്ലേ? അന്ന് എൻ്റെ മടിയിൽ കിടന്നിട്ടും എൻ്റെ നെഞ്ചത്തേക്ക് തല ചായച്ചിട്ടും എന്നെ കെട്ടിപ്പിടിച്ചിട്ടും ഞാൻ സത്യം പറഞ്ഞാൽ ആകപ്പാട് എന്താണെന്നായിപ്പോയി. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് ഒരു കേസിൻ്റെ ഇടയിൽ ഞാനും പെട്ടിട്ടുണ്ട്. എൻ്റെ ഇക്ക നിങ്ങളോ? ആ അതെ, ഞാനന്ന് അവളെയും കൊണ്ട് രാത്രി എങ്ങോട്ടോ പോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പഠിച്ചോനെ, എന്തെങ്ങനെയൊക്കെ? ഒരാൾക്ക് സഹായം ചെയ്യാനും ഇപ്പം പേടിയാണല്ലേ? അതെ നുസി, സഹായം ചെയ്യാനും പേടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് അവൾ വയറുവേദന എന്ന് പറഞ്ഞ് നല്ലോണം അഭിനയിച്ചു. പഠിച്ചോൻ്റെ പണിയാണ് പിന്നെ ഒരു മാനസിക രോഗിയാക്കി തീർത്തത്. അന്ന് അവൾ പറഞ്ഞ് എൻ്റെ വയറൊഴിഞ്ഞു തരണം, എന്നെ എടുക്കണം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ നുസി, ഞാൻ നിന്നോടൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്ക് യാതൊരു രീതിയിലുള്ള എൻ്റെ ഒന്നുമില്ല, എൻ്റെ ജ്യേഷ്ഠത്തിയുമ്മയാണ്. എൻ്റെ ഏടത്തിയുമ്മ എന്നൊക്കെ പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യമാരെ നമ്മൾ ഉമ്മയുടെ സ്ഥാനത്ത് കാണണം എന്നാണ്. ആ ഒരു സ്ഥാനത്ത് കാണുന്നവരെ മറ്റു രീതിയിലൊക്കെ ചിത്രീകരിച്ച ചിലർ കേസുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വില പോവില്ല. എൻ്റെ നുസി, ഇവളുടെ ഇത് കണ്ടിട്ട് ശരിക്കും എനിക്ക് അഭിനയമാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിക്കുക, കുഞ്ഞിന് പാല് കൊടുക്കില്ല പറയുക, നവാസ്കയെ ചോദിക്കുക, അങ്ങനെയൊക്കെ. എന്നാൽ വീണ്ടും അതാ ഉമ്മ ഉമ്മ എവിടെയാണ് നവാസ്ക? എവിടെ? നവാസ്കാനെ വിളിക്കേ ഉമ്മ. നവാസ്ക ഫസീലത്തിൻ്റെ അടുത്ത് പോയോ? ഉമ്മ മൗനം പാലിച്ചു. പറയുമ്മ, എന്തിനു നവാസ്ക എൻ്റെതാണല്ലോ, ഫസീലത്തയുടേതല്ലേ? ഞാൻ ഒരിക്കലും കൊടുക്കില്ല ഫസീലത്താക്ക്. നവാസ്ക എൻ്റെതാണ്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, പൊന്നാര മോളെ, നിൻ്റെത് മാത്രമല്ല, അവനക്ക് 2 ഭാര്യമാരുണ്ട്. അവന് വേറെ മക്കളും ഉണ്ട്. അപ്പോൾ ആ ഭാര്യനെയും മക്കളെയും കാണാൻ ഞാനായിട്ട് തന്നെ പറഞ്ഞയച്ചത്. എന്തേ? കുഞ്ഞിനെയും കൊണ്ട് പോകാൻ സമ്മതിക്കായിട്ടല്ലേ? എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഫസീലത്താൻ്റെ അടുത്തൊക്കെ പോവല്ലേ? ഒരിക്കലും ഞാൻ സമ്മതിക്കൂല. അതെ, എൻ്റെ കുഞ്ഞും എൻ്റെ ഭർത്താവും എൻ്റേത് മാത്രമാണ്, ഫസീലക്ക് ഞാൻ കൊടുക്കൂല. ഫസീല. ശരിക്കും അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉമ്മാക്ക് തന്നെ ഭയം തോന്നി. പടച്ച തമ്പുരാനെ, വല്ലാത്തൊരു പുതുമ. പുത്തൻ വീട് തറവാട്ടിൽ ഇങ്ങനൊരു പിരാന്തത്തി വന്ന് കൂടില്ലോ. എന്താ ഇപ്പം ഞാൻ ഉള്ളിടത്തോളുള്ളതൊക്കെ ചെയ്തു നോക്കി. എന്നാൽ ഉമ്മയുടെയും അവളുടെയും ശബ്ദം കേട്ടപ്പോൾ ഷമ്മാസ് പുറത്തേക്ക് വന്നു. എന്തുമ്മ, എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഷമ്മാസേ, എൻ്റെ നവാസിനെ കാണിച്ചു തരുമോ? എൻ്റെ നവാസ്ഖാനെ കൊണ്ടുവന്ന് തരുമോ എനിക്ക്? എന്നാൽ സൗദ എഴുന്നേറ്റ് നേരെ അതാ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് ഓടിയെടുക്കുന്നു. ഷമ്മാസ് ഒന്നിന് ഞെട്ടി. നേരെ അതാ ഷമ്മാസിനെ കയറി പിടിക്കുന്നു. അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കുന്നു. എന്താ ഇത്? അതെ, ഒന്ന് വിട്ടു നിൽക്ക്. എന്താ സൗദ ഈ കാട്ടണ്? അതെൻ്റെ നവാസാണോ? എൻ്റെ നവാസ്ക എന്ന് പറഞ്ഞ് അതാ വീണ്ടും ഷമ്മാസിൻ്റെ നേർക്ക് തന്നെയാണ് അവൾ തിരിയുന്നത്. ശരിക്കും നുസൈബ അത് കണ്ടു. നുസൈബ വാതിൽ തുറന്നു വന്ന നുസൈബ അതെ തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ്കയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സൗദയെയാണ് കണ്ടത്. ഷമ്മാസ് വിടുവിക്കാൻ നോക്കിയിട്ടും അവളുടെ പിടുത്തം മുറുകുകയാണ്. എന്നാൽ ഐഷമ്മ പറഞ്ഞു, പൊന്നാര കുട്ടി, എന്താ ഇതെന്നാവോ? സൗദ വിട്ടുക്ക്, അതെൻ്റെ മാപ്പിളല്ല, അതെൻ്റെ ഇളച്ചനാണ്. വിട്ടുന്ന മാറിക്ക്. ഐഷമ്മയുടെ വാക്ക് കേട്ട് അതാ ഇത് എൻ്റെതാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഷമ്മാസിനെ മുറുകെ പിടിക്കുന്നു. എന്നാൽ ഒരു നിമിഷം ഷമ്മാസ് അവൻ്റെ ശക്തിയുള്ള ആ കൈകൾ കൊണ്ട് അവളെ അങ്ങ് വകഞ്ഞു മാറ്റി. മാറി നിൽക്കങ്ങോട്ട്. എന്താ ഇത്? എന്നാൽ ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പി കരഞ്ഞു.
എൻ്റെതല്ലേ നിങ്ങൾ? എന്നാൽ ഉമ്മ പറഞ്ഞു, അതെ എൻ്റെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഭർത്താവല്ല, അത് നുസൈബാൻ്റെ ഭർത്താവാണ്. നുസൈബ ഇവിടെ വന്ന നുസൈബ അതാ നേരെ ഷമ്മാസിൻ്റെ അടുത്തേക്ക് വന്നു. അവൾക്ക് അല്പം ഭയമുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ചേർന്ന് നിൽക്ക് സൗദ, ഇത് ആണ് ഷമ്മാസിൻ്റെ ഭാര്യ. എൻ്റെ ഭർത്താവ് നവാസ് നാളെ മറ്റന്നാളെ വരും. അതിൻ്റെ ഉള്ളിക്ക് പോ, ഉള്ളിക്ക് പോ പോ. ഉമ്മ, എനിക്കിപ്പോൾ തന്നെ കാണണം. എനിക്ക് ഷമ്മാസിനെ മതി, എനിക്ക് ഷമ്മാസിനെ മതി. വീണ്ടും തുടങ്ങിയിരിക്കുന്ന പെണ്ണിന് പിരാന്തെന്ന് തോന്നുന്നു. പഠിച്ചോനെ, ഇത് ഏത് നേരത്താണ് തലയിലായതാവോ. വല്ലാത്തൊരു പുതുമ എൻ്റെ കുട്ടിക്ക്. എടി, ഇജായിട്ട് അഭിനയിച്ച് ഇവിടുന്ന് വയറുവേദന എന്നും പറഞ്ഞ് പോയി. ഏതായാലും നിങ്ങൾ അഭിനയിച്ച് അങ്ങനെ ആയി മാറി. അതാണ് നമ്മളെന്താണ് വിചാരിക്കണം അതേപോലെ പഠിച്ചോ. നെയ്യത്തോലെ മയ്യത്ത് എന്ന് കേട്ടിക്കണ. നമ്മളെ നെയ്യത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും മയ്യത്ത്. മനസ്സിലായല്ലോ? എൻ്റെ നെയ്യത്ത് അതന്നേനു. എന്തേനു? കൊഞ്ചി കൊഴിഞ്ഞ് നൊളൊളിച്ച് വീണ് ഷമ്മാസിൻ്റെ എടുത്ത് ചാരാനും പിടിച്ചാനും പോവുക. പിന്നെ ഒരു മാനസിക രോഗിയായി അഭിനയിക്കുക. ഇപ്പം എന്തായി? കുറച്ച് എനിക്ക് അതിൻ്റെ ഒരു ശാഖ വന്നിട്ടില്ലേ? കുറേ ദിവസം പ്രാന്താശുപത്രി കിടന്നും ചെയ്തു. ഷോക്ക് അടുപ്പിച്ചിലൊക്കെ കഴിഞ്ഞ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? പൊന്നാര മളെ, ഞാനിവിടെ പറയാം, എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെന്ന് കേട്ടോ. നല്ല മട്ടത്തിൽ ജീവിച്ച എനക്ക് നല്ലത്. എൻ്റെ നവാസ് എന്നെ പൊന്നുപോലെ നോക്കും. അങ്ങനെ നോക്കിയും ചെയ്തിക്കണേ. ഇനി വെച്ച് കച്ചറ കളിച്ചാൻ അതിന് നിന്നാലുണ്ടല്ലോ, ഓൻ്റെ മനസ്സ് മാറി ഓനെ മൊഴി ചൊല്ലിക്കഴിഞ്ഞാലേ പിന്നെ എനിക്ക് എൻ്റെ അമ്മാൻ്റെ ഒപ്പം നടക്കാം. എൻ്റെ അമ്മ ഇപ്പോൾ കേസും കൂട്ടൊക്കെ അയച്ച് പലവരെ പേരിലും ഉള്ളതും ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി അങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും പടച്ചോൻ റബ്ബ് എന്താ കണ്ടക്കണാവോ. നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ ഹലാലായ രീതിയിൽ ജീവിക്കണം. എനിക്കിവിടെ ജീവിക്കാം, എനിക്കിവിടെ സുഖയിക്കാരം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തെന്നിപ്പ് എന്തിന് നിൽക്കുകയാണെങ്കിൽ, ഫിത്തിനെയും ഫസാദും ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇവിടുന്ന് പോകാം. ഇവിടെ ആരും ഒന്നും ഞാൻ എനിക്ക് നേരത്തെ നല്ല തിന്നാണ്ടാക്കി തരുന്നു. ഇവിടെ നേരത്തെ ബൂസ്റ്റ് ഹോർലിക്സും കോഴിമുട്ടയും പുഴുങ്ങി തരണേ. പോരാത്തിന് ഉള്ളി നല്ലോണം വാട്ടി ചോറുണ്ടാക്കി തരണേ. മുലപ്പാലുണ്ടാക്കാൻ വേണ്ടി ഇലക്കറി ഞാൻ കൊണ്ടിരിപ്പിച്ച് അതും ഉണ്ടാക്കി തരണേ. പോരാത്തിന് ഞാൻ എൻ്റെ ഷാമോനോട് ഒരു ആടിൻ്റെ കക്കും കരളും തലയും കയ്യും കാലും ഊരൊക്കെ ഒന്ന് എനിക്ക് വെച്ച് തരാനും അതൊക്കെ ഞാൻ പറഞ്ഞ് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇജ്ജ് നല്ല മട്ടത്തിൽ നിൽക്കാൻ ഞാൻ ഇപ്പം എനിക്ക് എന്താച്ചാൽ ഞങ്ങൾ തരാം. എന്നാൽ അത് കേട്ടപ്പോൾ അതാ അവൾ ഒന്നുകൂടി ഷമ്മാസിനെ നോക്കി, വരി എൻ്റെ അടുത്തേക്ക് വരി, എനിക്ക് നിങ്ങളെ വേണം, എൻ്റെ അടുത്തേക്ക് വരി. നേരെ അതാ സൗദ ഷമ്മാസിൻ്റെ നേരെ പിന്നെയും പോകുന്നു. എന്നാൽ പാവം നുസൈബ, അവൾ ഒരു നിമിഷം മാറി നിന്നു. നുസിയെ, ഇജ്ജ് എങ്ങോട്ടാ മാറിക്കണേ? മാറിക്കൊടുക്കല്ലേ? ഇജ്ജ് മാറിക്കൊടുക്കുകയേ ചെയ്യല്ലേ. എൻ്റെ നവാസ്ക എന്ന് പറഞ്ഞ് നേരെ ഷമ്മാസിനെ അതാ അവൾ വീണ്ടും പിടിക്കാൻ തോന്നുന്നു. എന്നാൽ ഷമ്മാസിന്, ഉമ്മ ഇതാകെ വിട്ട കേസാണുമ്മ. എൻ്റെ പൊന്നാര കുട്ടിയെ, ഞാൻ പറഞ്ഞ പ്രകാരം ഒന്ന് ചെയ്തു നോക്ക്. ഇജ്ജൊന്ന് രാവിലെ തന്നെ മുസ്ലിം തങ്ങളടുത്തേക്കൊന്ന് പോയോക്ക്. സംഭവം ഇത് ഒന്നുമല്ല. ഇത് പോൾക്ക് എന്തൊക്കെ എനിക്കറിയില്ല. ഞാൻ അഭിനയിക്കുകയാണ്, ഉള്ളതാണോ പഠിച്ചോനറിയാം. മൂപ്പർക്ക് ഇപ്പോൾ കണക്ക് നോക്കി അറിയില്ല ഒരാളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഏതായാലും മാൻ്റെ കുട്ടി ഒന്ന് ക്ഷമിച്ച് നിൽക്ക്. എന്നാൽ അപ്പോഴേക്കും സൗദ വീണ്ടും അതാ ഷമ്മാസിൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്നു. ഷമ്മാസ്ക്ക് പോവല്ലേ, നിങ്ങൾ ഉറങ്ങാൻ പോവല്ലേ, നിങ്ങൾ കിടക്കാൻ പോവല്ലേ, നിങ്ങളെൻ്റെ അടുത്ത് തന്നെ നിൽക്കി. ശരിക്കും ഷമ്മാസ് ആകപ്പാടെ, എന്താ സൗദത്ത ഇത്? നിങ്ങളെൻ്റെ നവാസ്കയുടെ ഭാര്യയല്ലേ? ഞാൻ നിങ്ങളുടെ അനിയനല്ലേ? അല്ല, നിങ്ങളെൻ്റെ എല്ലാം ആണ്. വീണ്ടും അതാ സൗദ അവൻ്റെ ശരീരത്തിൽ തൊടുവാനും പിടിക്കുവാനും അവനിലേക്ക് അലിഞ്ഞു ചേരുവാനും നിൽക്കുന്നു. എന്നാൽ ഐഷുമ വിചാരിച്ചു, ഇത് സൂക്കട് വേറാണ് മക്കളെ, ഇത് സൂക്കട് വേറാണ്, ഇത് പിടിച്ചാൽ കിട്ടുന്ന ഐറ്റംസ് അല്ല, ഇത് സൂക്കട് വേറാണ്. എൻ്റെ പൊന്നാര ഷമ്മാസ്, ഇതിന് നല്ല ചുട്ടടിൻ്റെ കുറവുണ്ട് കേട്ടോ. നവാസ് കണ്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുമോ. നേരത്തെ വിളിച്ചീനോ ഉമ്മ എന്താ മട്ടൻ വെച്ച് കാണും, എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ബേജാറുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവിടെ നിന്ന് വെച്ച് പറഞ്ഞു. മറ്റേ മണ്ടിപ്പാഞ്ഞ് ഇവളടുത്ത് എത്തും. ഇവളാണെങ്കിലും ഓനങ്ങോട്ട് കിട്ടിയാലിങ്ങോട്ട് ഓനൊപ്പം ഇങ്ങനെ ചാരിക്കൊണ്ട് നടക്കണം. ഓൾ കെടുക്കണോടത്ത് ഓൻ കെടുക്കണം, ഓൻ ഇരിക്കണോടത്ത് ഇരിക്കണം. എൻ്റെ കുട്ടിക്കൊരു സുഖം പൊറുതി ഓള് കൊടുക്കണില്ല. വല്ലാത്തൊരു പുതുമന്നെയാണ് ഇപ്പത്. ഏതായാലും ഇത് വേറെയാണ് അസുഖം. പൊന്നാര മോനെ, ഓല് ചില്ലറക്കാരൊന്നല്ല കേട്ടാ. ആ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ അഞ്ചത്തി അരപ്പോൾ പോയിക്കണ പറഞ്ഞിട്ടില്ലേ. എന്നാലും എന്താ ഇപ്പോൾ ഇത് പറ്റൊക്കെ തള്ളൻ്റെ ഓരോ കാട്ടിക്കൂട്ടിൽ. ഏതായാലും ഗുളികൻ്റെ ഇതൊക്കെ കഴിഞ്ഞേക്കണേക്കും. അതോ ഇനിയിപ്പോൾ എന്തൊക്കെയാവാം പഠിച്ചോനറിയാം. അല്ല സൗദാജിത്തും ഗുളിക കുടിച്ചിട്ടില്ലേ? അല്ല, എനിക്ക് ഗുളിക നുസൈബല്ല എടുത്തുന്നത്. ഞാനൊന്ന് കുടിച്ചില്ലേ?
ഉമ്മ ഞാൻ എടുത്തു കൊടുത്തിരുന്നല്ലോ, ഞാൻ ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുത്തിരുന്നല്ലോ. നുസിയേ, ഇനി വല്ലാതെ ഇജ്ജങ്ങട്ട് ലാളിക്കാനും താലോലിച്ചാനും പോകണ്ട. ഇജ്ജ് എൻ്റെ പാട്ടിന് വെച്ചാൽ പോയിക്കോ എവിടേക്ക് വെച്ചാൽ. എൻ്റെ ഇനി മതി ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇജ്ജ് പഠിച്ചാൻ പോയിക്കോ. അല്ലാതെ പോയി അന്നിട്ട് ഇങ്ങോട്ട് ഇതാക്കലേക്കാരോ ഒരു ഒഴിവ് ആ പെണ്ണിന് കൊടുക്കണില്ല അവളിപ്പോൾ. അങ്ങനെ എന്താ പറഞ്ഞത് ഇന്നലെ വാഷ് മെഷീനിൽ ഇടരുതെന്നോ? ഉമ്മ സാരല്ല, അതിപ്പോൾ എന്താ, അത് കുഴപ്പമൊന്നുമില്ല, ഓരോ ഡ്രസ്സല്ലേ. പൊന്നാര കുട്ടിയെ കുഴപ്പമൊന്നുമില്ല, നമ്മളോട് ഇങ്ങോട്ടും ഉണ്ട്, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങോട്ടില്ലാതെ വെറും നമ്മളൊരു അടിമകളാക്കി വെച്ചാലേ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ നവാസിനോട് ഇനി ഇവിടെ ഒരു പെണ്ണിനെ നിർത്താൻ പറയണം, ഓളെ കാര്യമൊക്കെ നോക്കാൻ. മറ്റേ ശരിയാവില്ല. ഒരു നിമിഷം അതാ ഉമ്മ വിചാരിച്ച് പഠിച്ച റബ്ബേ ആ മിസിരിപ്പെണ്ണ് ഇവിടുന്ന് പോയത് നന്നായി, അല്ലെങ്കിൽ എന്തേക്കാരവസ്ഥ. പാവ ആ കുട്ടിനെ കൊണ്ട് നല്ലോണം പേർപ്പിച്ചു. ഏതായാലും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞോട്ടെ. ഏതാ പിന്നെ വിളിച്ചിട്ടുമില്ല, വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടീനു. ഇന്നലെ വിളിച്ചീനു ഓന് വാഫിസ്താ വിളിച്ചോ പറഞ്ഞു മിസ്രിക്ക് ഉമ്മാനെ കാണണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിക്കണമെന്ന് പറഞ്ഞു. പഠിച്ചവനെ ആ കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് വന്നാൽ അതിനെക്കൊണ്ട് നല്ലോണം പേർപ്പിച്ചിട്ടവള്. പാവം പെണ്ണാണ്. റബ്ബേ നുസിയേ, ഉമ്മാൻ്റെ കുട്ടി നാളെ മുതൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിടി. ഇജ്ജ് ഇവിടെ എന്നാലേ ചായ വെള്ളം വറ്റ് അത് ഇത് നടന്നുകാണ്ട് അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെക്കാരം. ഇതിപ്പോൾ പെറ്റ് കെടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് പെറ്റെടുക്കലും നീച്ചലും കുട്ടിനെ നോക്കലും മുല എടുക്കലും എല്ലാം ഇപ്പോൾ ഓളന്നല്ല ചെയ്യൽ. പാവാണ് ആ പെണ്ണ്. ഉമ്മ അതൊന്നും കുഴപ്പമില്ല ഉമ്മ, അതിനിപ്പോൾ എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് നോക്കണേ ഇഷ്ടമാണ്. നുസിയേ, എൻ്റെ മനസ്സൊന്നും ആർക്കും ഉണ്ടാവില്ല. എല്ലാവരും 1-2 കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇളകി വരും. ഇതേ എൻ്റെ മാതിരി ക്ഷമമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. എൻ്റെ പൊന്നാര നവാസേ, പഠിച്ച റബ്ബിനോട് ഇജ്ജ് ദോരുന്നോ, നന്ദി പറഞ്ഞോ, ഇങ്ങനൊരു പെണ്ണിനെ എനിക്ക് പഠിച്ചവൻ തന്നല്ലോ. എന്നാലും ഏതായാലും എൻ്റെ മനസ്സിലുള്ള ഇറങ്ങിപ്പോയപ്പോൾ വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നു. അത് എനിക്ക് പഠിച്ചവൻ തന്നു. റബ്ബേ, നീ സൃഷ്ടിച്ചതിൽ വളരെ മനോഹരമായതാണ് റഹ്മാനെ എൻ്റെ നുസൈബ. ഉമ്മ ഹൃദയം പൊട്ടി കരഞ്ഞുപോയി, സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും പഠിച്ചോനെ. എന്നാൽ ഉമ്മാക്ക് വലിയ വേദനയായിരുന്നു നുസൈബയെ. കാരണം അവളിങ്ങനെ ഇപ്പോൾ ഒരു ഒഴിവുമില്ല, 2 കുട്ടികളെയും നോക്കണം. ആ പമ്പർന്നോൾ കൊണ്ടക അയച്ചില്ലല്ലേ കുട്ടീനെ. സൗദ ഒരു കാര്യം ഞാൻ പറയാം, നല്ല മട്ടത്തിൽ കുട്ടിക്ക് പാല് കൊടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ കുട്ടീനെ ഞാൻ ആ ഫസീലാക്ക് കൊടുക്കും. ഫസീലാക്ക് ഇപ്പോൾ കുട്ടിയൊക്കെ നല്ല പൂതിയാണ്. പൂതി എന്ന് വെച്ചാൽ എമ്പാടും പൂതി. അവൾ കുറേ കുട്ടീനെ കൊണ്ടുവരാൻ പറഞ്ഞു, പക്ഷേ ഇത് സമ്മതിച്ചില്ല. പിന്നെ ഇപ്പോൾ ആരെ കണ്ടിട്ടാണ് ഇവിടെ കുട്ടീനെ നിർത്തുന്നത്? നുസി നാളെ മുതൽ പഠിക്കാൻ പോവാണ്. ഇതുവരെ ഓൾക്ക് ആ കുട്ടി മുച്ചന്തി മോന്തി ആ പെണ്ണിന് പണിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഓത്തും പാട്ടും നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കുട്ടിക്ക് ഇത് പഠിച്ചാൻ വേണ്ടിയിരിക്കണം. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് മുതലെടുക്കണം. എത്ര പണിയുണ്ട് എൻ്റെ കുട്ടിക്ക്. എപ്പോഴാണ് അതിൻ്റെ കണ്ണിൻ്റെ പോളം നടക്കൽ എന്നാവും. പഠിച്ചോനെ അല്ലാ ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ റഹ്മാനെ. അപ്പോൾ ഏതായാലും കുട്ടീനെ പാലെടുക്കൂല്ല നോക്കൂല്ല. എനിക്കിങ്ങനെ കുട്ടീനെ ഇടയ്ക്കൊന്ന് കണ്ടാൽ മതി. നാളെ അങ്ങോട്ട് ഫസീലാൻ്റെ അടുത്ത് കൊടുത്തേക്കണം കുട്ടീനെ, മനസ്സിലായല്ലോ? അതിന് പാല് കൊടുക്കണം. ഉമ്മ നിങ്ങൾ എന്തീ പറയണത്? പാലില്ലാതെ അങ്ങനെ കൊടുക്കുക? എനിക്ക് പാലില്ലാക്കൂലല്ലോ. എനിക്ക് നല്ലോ നെയ്യിലാണ് ഉള്ളിച്ചോറ് ഉണ്ടാക്കി തരുന്നത്. പിന്നെ നല്ല പോഷക സമൃദ്ധമായ പാലായിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാ പോഷകങ്ങളും എനിക്ക് ഞാൻ തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈത്തപ്പഴം ജ്യൂസ് അടിച്ച് തരുന്നുണ്ട്. അതേപോലെ അതും ഇതൊക്കെ അയച്ച് നല്ല നല്ല സാധനങ്ങൾ. ഇജ്ജ് കണ്ടില്ല, ഇങ്ങോട്ട് തടിച്ച് കൊഴുത്ത് വരുന്നുണ്ടില്ല. അപ്പോൾ ഇജ്ജ് വന്നപ്പോൾ എന്തേലും ഇതിൻ്റെ കോലം ഇപ്പോൾ കണ്ട നല്ലോണം മൂത്തൊക്കെ ഇങ്ങോട്ട് പുഷ്ടി കൂടി വരുന്നുണ്ട്. നല്ലോണം നാറും താടിയൊക്കെ കൂടി വരുന്നുണ്ട്. ഒന്നാണ് കണ്ണാടിക്ക് നോക്കാം. എന്നാൽ സൗദ കണ്ണാടിയിലേക്ക് നോക്കി. ഉമ്മ നല്ല കറുപ്പ് നിറക്കെ പോയില്ലേ? അനക്ക് നല്ല മട്ടത്തിന് ഇവിടെ നിൽക്കാതെ കുട്ടീനെ നോക്കിയിട്ടേ. ഇനിയിപ്പോൾ പണി എടുക്കണില്ലേ മാണ്ട, ഞാൻ എടുത്തോണ്ടതൊക്കെ എന്നെക്കൊണ്ട് കഴിയണമാതിരി എടുത്താൽ മതി. ഞാൻ ഒരാളെ നിർബന്ധിക്കൂല. കേട്ടോ നുസിയെ, ഉമ്മാൻ്റെ കുട്ടി നാളെ പഠിച്ചാൻ പോയിക്കോളി. എന്താ വെച്ചാൽ ഞാൻ ഉമ്മാൻ്റെ കേസും കൂട്ടും കാര്യമൊക്കെ എങ്ങനെയൊക്കെ ആവാം. പഠിച്ചവൻ എൻ്റെ മക്കളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. സൗന്ദര്യം കൂടി എന്ന് പറഞ്ഞപ്പോൾ സൗദക്ക് വല്ലാത്ത സന്തോഷം. എൻ്റെ ഫോണൊന്ന് വാങ്ങിക്കൊണ്ടുവരും നിങ്ങൾ ഉമ്മാനോട്? ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാവും ഫോണ്. അതുപോലെ വിറ്റിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവിടെ ഉണ്ടാവും. ഐഷുമ്മ വിചാരിച്ച് പഠിച്ചോൻ ഇനിയിപ്പോൾ ഏത് ഫോണാ ഇത്? അത് വിറ്റിട്ടൊന്നുമില്ല അമ്മ, അവർ വെറുതെ പറയണു, വിറ്റിട്ടൊന്നുമില്ല. അത് നമുക്ക് വാങ്ങാം. ഇനിയിപ്പോൾ ഫോൺ അതില്ലെങ്കിൽ വേറെ നമുക്ക് ഷാമോൻ്റെ ഷോപ്പിൽ ഇഷ്ടംപോലെ ഫോണുണ്ട്. ഷാമോനെ, എൻ്റെ ഷോപ്പിൽ ഏതാടാ പുതിയ ഫോൺ ഇറങ്ങി, ഒന്ന് ഓൾക്കാണ് കൊണ്ടുപോയി കൊടുത്താണ്ടി ഓൾക്ക് ഫോണില്ലായിട്ടൊരു പൊറുതിയിടുന്നു. ഐഷുമ്മ അവളോട് പറഞ്ഞു.
എന്തായാലും ഫോണൊക്കെ നമുക്ക് വാങ്ങാം. ആ കുട്ടീനെ ഒന്ന് നോക്ക്. എൻ്റെ നവാസ്ക വേണം എനിക്ക്. ഫസീലത്താൻ്റെ അടുത്ത് നിന്ന് നവാസ്ഖാൻ എന്തിനാ ഞങ്ങൾ പറഞ്ഞയച്ചത് അങ്ങോട്ട്? അത് എനിക്ക് സമാധാനമില്ലല്ലോ. എൻ്റെ പൊന്നാര സൗദ, പഠിച്ചവനോട് ദ്വാരക്ക് ഇതിനൊക്കെ നല്ല മട്ടത്തിൽ ജീവിച്ച എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയില്ല. എനിക്കിപ്പോൾ ഇവിടെ എന്താ സുഖം? എനിക്കൊരു പണി എടുക്കണ്ട, പാത്രം മോറണ്ട, ചോറ് വെക്കണ്ട, ചായ ഉണ്ടാക്കണ്ട, തിരുമ്പണ്ട, കുളിച്ചണ്ട, ഒക്കെ ഒരാളുണ്ട് ചെയ്ത് തരുന്നുണ്ട്. കുട്ടീനെ നോക്കണ്ട, പാല് കൊടുക്കണ്ട, അതിനെ കുളിപ്പിച്ചണ്ട, ഉറക്കണ്ട. ഇതൊക്കെ ഒരു കുട്ടിയുള്ള എൻ്റെ പ്രായം പെണ്ണുങ്ങൾക്ക് എന്തോരം പണി ഉണ്ടാവും. ഇതിപ്പോൾ ആ കുട്ടി രണ്ടാളെ പണിയാണ് എടുക്കുന്നത്. ഒന്ന് കണ്ടറിഞ്ഞ് നല്ല മട്ടത്തിൽ നിന്നോക്കാം, കുട്ടികൾക്കൊക്കെ ഒന്ന് പാലെടുത്ത്. എന്നാൽ തന്നെ എൻ്റെ മുഖത്തിരിപ്പോൾ എന്തോ ഒരു ഇതുണ്ട്. എൻ്റെ മോറ് നല്ലോണം തെളിച്ചം വെച്ചേക്കണ്, പഴയ പോലൊന്നല്ല. അത് കേട്ടപ്പോൾ സൗദ ചിരിച്ചു. അല്ലെങ്കിലും ഞാൻ ഗ്ലാമറിന് കുറവൊന്നുമില്ലല്ലോ. ഇത് നല്ല ഗ്ലാമറൊക്കെ ഉണ്ട്. നല്ല മട്ടത്തിൽ നിൽക്കുമ്പോൾ, നല്ല മനസ്സേരി നിൽക്കുമ്പോൾ എല്ലാവരും നല്ല ഗ്ലാമർ ഉണ്ടാവും. ഉമ്മ, അപ്പോൾ നവാസ്കാക്ക് എന്നെ ഇഷ്ടപ്പെടില്ലേ? നവാസിനെ അല്ലെങ്കിൽ എന്നെ ഇഷ്ടക്കേടില്ലല്ലോ. അനക്കല്ലേ ഓനെ പറ്റാത്തത്? ഓനെ പറ്റാത്ത ഇറങ്ങിപ്പോയത് ഉജ്ജന്നല്ലേ? നവാസ്ക എന്നെ സുന്ദരനല്ലേ? നവാസ്കാനേക്കാളും സൗന്ദര്യം ഉണ്ടോ? ശരിക്കും അത് കേട്ടപ്പോൾ നുസൈബിയും ഷമ്മാസും ഒന്ന് ചിരിച്ചു. പഠിച്ചോനെ, ഇതിന് ശരിക്കും വട്ടാണോ? എന്നാൽ ഉമ്മ അവരുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടിൽ വിരൽ വെച്ചു. പൊന്നാര മക്കളെ മുണ്ടണ്ട, അതവിടെ അങ്ങനെ അടങ്ങി നിന്നോട്ടെ. എന്നാണ് ഔത്തൊക്കെ കയറിക്കജ്. എനിക്ക് എന്താ ചായ വെള്ളം എന്തെങ്കിലും വേണോ? എനിക്ക് ഗ്ലാസ് ചൂടുള്ള പാല്. പാലൊക്കെ ഞാൻ കാച്ചി കൊടുന്നരാം. അപ്പോഴേക്കും നുസി അടുക്കളയിലേക്ക് ഓടുന്നു. നുസിയെ, അങ്ങോട്ട് പോയിക്കാ, ഔത്തുക്ക് പോ. ഷമ്മാസെ, വാതിലടിച്ചാ. വേഗം പോയിക്കാണെ ഔത്തുക്ക്, വേഗം പോയി, അങ്ങോട്ട് പോയി. ഇനി നിങ്ങൾ ഇവിടെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിന്ന് പാലും വെള്ളം ഉണ്ടാക്കലും കഴിഞ്ഞാലേ നേരം വെളുക്കും. ഔത്ത് പോയിക്കാ. ഷമ്മാസ് വാതിലടിച്ചാ. ശരിക്കും അതാ ഉമ്മാക്ക് ഷമ്മാസിനെ ഭയമായിരുന്നു. ഒന്നുമല്ല, ഷമ്മാസിൻ്റെ നേർക്കാണ് അവൾ ഓടുന്നത്, അവനെ പിടിക്കാൻ. ഞാൻ പാലും വെള്ളവും ചായയൊക്കെ ഉണ്ടാക്കി തരാണ്ട് പോയിക്കോളി. ഉമ്മ, ഞാൻ വേണ്ടാന്നല്ല പറഞ്ഞത്, അതിനനുസരിച്ച് നിൽക്കണം. പൊയ്ക്കോളി. എന്നെ കണ്ട എൻ്റെ പൊന്നാര കുട്ടികൾക്ക് എന്ത് പിരാന്താന്നാവോ. എൻ്റെ മേത്ത് കള്ള പാഞ്ഞ് കയറിനേ ഉള്ളു. അവിടെ പോയിക്കോ. ഷമ്മാസ് മനമില്ല മനസ്സോടുകൂടി അകത്തേക്ക് കയറി. പഠിച്ചോനെ ഉമ്മാനെന്തെങ്കിലും കാട്ടുമോ? ഒന്നിനും മടിക്കൂലേ. കാരണം മാനസികം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെയാവും. ഈ സമയം അതാ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ഉമ്മ അതാ പാത്രത്തിലേക്കൊഴിച്ച് അത് കാച്ചുന്നു. തൊട്ടു പിന്നാലെ അതാ സൗദ വരുന്നു. ഒരു നിമിഷം ഉമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടു പിന്നിൽ അതാ സൗദ നിൽക്കുന്നു. എൻ്റെ സൗദ, ഞാൻ പേടിച്ച് പോയി. ഇജല്ല അവിടെ നിൽക്കുന്നുണ്ടീന്, ഇജെന്നെ നെട്ടിച്ചുണ്ടാ? ഉമ്മ, നിങ്ങൾക്ക് പേടി തന്നെ? പേടിയായിട്ടല്ലേടി? ബാക്കിൽ ഒരാളിങ്ങനെ നട്ടപ്പാതിരാക്ക് വന്ന് ബാക്കിൽ നിൽക്കണം ഞാൻ അറിയോ? എന്നാ എനിക്ക് പഞ്ചാര ഇടണതില്ലേ? പഞ്ചസാര ഇട്ട് ഇളം ചൂട് കേട്ടോ. ആയിക്കോട്ടെ. അങ്ങനെ ഇത് ഉമ്മ പാലെല്ലാം ഒരു പകുതി ചൂടിൽ ആറ്റി. ഇന്നത് കുടിച്ചാളാം. ഞാൻ നല്ലോ ഒന്ന് പോയി ഉറങ്ങിക്ക. ഗുളിക ഉണ്ടേ കുടിച്ചാളെ, കുടിച്ചോ. വേഗം പോയി ഉറങ്ങിക്ക. ഉമ്മ, ഷാമോൻ ഉറങ്ങിയോ? സ്വന്തം കുട്ടി ഉറങ്ങിയോന്നല്ല, ഷാമോൻ ഉറങ്ങിയോന്നാണ് ചോദിച്ചത്. ഉമ്മാക്ക് ദേഷ്യമാണ് വന്നത്. ഷാമോനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ഈ ഓൻ ഡ്യൂട്ടിക്ക് വേണ്ടിയതല്ലേ രാവിലെ. വേഗം പോയി കുടിച്ച് കണ്ട് വേഗം പോയി ഉറങ്ങിക്ക. ചെല്ലേ, നല്ലാണ്ട് ഉറങ്ങിക്കൂടെ. ഇനി നീച്ച് വരരുതിട്ട് അന്തിക്ക് വാതിലിന് മുട്ടും ചെയ്യരുതിട്ടാ. സമാധാനക്കേടാക്കരുത്. എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലെങ്കിലേ ഫസീലാക്ക് കുട്ടിനെ കൊടുക്കും. പറഞ്ഞില്ല എന്ന് പറയണ്ട. വേഗം പോയിക്കോ. ഉമ്മ, പാല് കഴിഞ്ഞോ? ഇതാ കുറച്ചും കൂടി വേണോ? കുറച്ചും കൂടി. 2 ഗ്ലാസ് പാല് തിളപ്പിച്ച് ഭാഗ്യം, മറ്റേത് പിന്നെയും കാച്ചണ്ടീനു. അപ്പോൾ തന്നെ ഐഷും അവൾക്ക് വീണ്ടും പാല് കൊടുത്തു. ഇപ്പോൾ വയറ് നിറഞ്ഞു. ഉമ്മ, തിന്നാൻ എന്തുള്ളത്? എൻ്റെ പൊന്നാര കുട്ടി, നട്ടപ്പാതിരാക്കി എന്ത് തിന്നാൻ? എനിക്ക് 2 ഗ്ലാസ് പാൽ കുടിച്ചില്ല. ഇനിയിപ്പോൾ അത് പോരെ? എനിക്ക് പള്ള കാളുമ്മ. ഇനിയിപ്പോൾ തലേന്ന് ഉണ്ടാക്കിയ രാത്രിക്കത്തെ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാവും, മണി തിന്നോ? എനിക്കത് വേണ്ടമ്മ. എനിക്ക് ദോശ ഇട്ടിട്ട് നിങ്ങൾ ദോശ. എനിക്കിപ്പോൾ ഈ പഠിച്ചോനെ വല്ലാത്തൊരു പുതുമായി പോയല്ലത്. എന്നാൽ ഈ സമയം അതാ ഷമ്മാസും നുസൈബയും ഉമ്മാനെ ഇടങ്ങാറാക്കുന്നുണ്ട്. കൊണ്ടിക്ക എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ, എനിക്ക് സമാധാനമല്ലോ. നുസി, ഉമ്മ പറഞ്ഞില്ലേ ഇനി അകത്തേക്ക് കയറാൻ. വാ, നമുക്കിവിടെ കിടക്കാം. സമാധാനമില്ല, ഉമ്മാനെ ഇടങ്ങാറാക്കുന്നുണ്ട്. തോണ്ട് അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. നുസൈബ കരയാണ്. നുസി, എനിക്കും സമാധാനമല്ല, പക്ഷെ ഉമ്മ പറഞ്ഞ് കേൾക്കാതെ അങ്ങോട്ട് പോകണ്ട. അഥവാ പറഞ്ഞാൽ തന്നെ നല്ല എനിക്ക് സമാധാനമല്ല. എന്നാൽ ഈ സമയം അടുക്കളയിൽ എനിക്ക് ദോശ വേണം. പഠിച്ചോനെ, ഇനി മാവ് അരച്ചേറ്റ ബാക്കി ഉണ്ടാന്നാവോ?
അങ്ങനെ അത് ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഭാഗ്യം മാവ് അരച്ചത് ബാക്കിയുണ്ട്, അതുകൊണ്ട് നന്നായി. ഉമ്മ പെട്ടെന്ന് ചട്ടി കഴുകി അടുപ്പത്ത് വെച്ചു. അങ്ങനെ അതാ ദോശക്കുള്ള മാവെല്ലാം ഉമ്മ ഒന്ന് തണുപ്പ് മാറാൻ മാറ്റി വെച്ചു. ഇതിപ്പോൾ നുസി അരച്ച് വെച്ച് ഇതായിരിക്കും. അപ്പോൾ തന്നെ ഐഷുമ്മ അതാ ദോശ ചുടുന്നു. ഉമ്മ ചട്നി വേണട്ടാ. ശരിക്കും ഐഷുമ്മ, മോളെ ഇതിപ്പോൾ സാമ്പാർ ചിക്കൻ കറി കൂട്ടി തിന്നാ പോരെ? അവിടെ ഉണ്ടല്ലോ ചട്നി വേണം. ഇത് ചിക്കൻ കറി കൂട്ടി തിന്നാപ്പോ. എനിക്കധികം ഉറക്കം വയ്ക്കാനൊന്നും വയ്യ. എന്താണിത്? ഉമ്മ എന്നാൽ ചമ്മന്തി ആയാലും മതി. പെട്ടെന്ന് തന്നെ ഐഷുമ്മ അതാ ചിരവയെടുത്ത് വേഗം തേങ്ങ ചിരുകി മുളകും ഉപ്പും ചേർത്ത് ഒരു ഇഞ്ചി കഷ്ണം ഇട്ട് മിക്സിയിലിട്ട് ചമ്മന്തിയാക്കി കൊടുത്തു. എന്നാന്നത് കൂട്ടി തിന്നോ. നല്ല രസമുണ്ട്. ഉമ്മ സാമ്പാറില്ല? ഇല്ല, ഇപ്പോൾ സാമ്പാറില്ല, ചിക്കൻ കറിയും ചമ്മന്തിയും ഉണ്ട്. ഞാൻ ഇപ്പോൾ കൂട്ടി തിന്നോ. എനിക്ക് കുട്ടിയെ കാലോണ്ട് നിൽക്കാൻ വീജിൻ്റെ ഇങ്ങനെ ഇടങ്ങാറാക്കല്ലേ. എനിക്ക് കുറേ നേരം നിൽക്കാമെന്ന്. എൻ്റെ നുസിയാണ് ഇതൊക്കെ എടുക്കല്. നുസിനെ ഞാൻ പറഞ്ഞയച്ചതുകൊണ്ടാണ്. എന്നാൽ ഈ സമയം അതാ നുസൈബക്ക് സമാധാനമില്ല. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു അടുക്കളയിലേക്ക്. ഉമ്മ എന്താ പണി? എന്നാൽ പെട്ടെന്ന് സൗദ, ഇടി എന്തിനങ്ങോട്ട് വന്നത്? ഓള് വാതിലടിച്ച് സുഖമായി കയ്യേന് രണ്ടാളും, പുതിയാപ്പിളിയും മുതിർന്നും. പിന്നെ എന്താന്നില്ലേ, അനക്ക് ദോശ വേണടി? ഉമ്മ എന്താ? നുസിയെ, എൻ്റെ പൊന്നാര കുട്ടിയെ ഞാൻ എന്നോട് പറഞ്ഞേക്കണം ഔത്തുക്ക് പോകാൻ. ഇജ്ജ് എന്തിനാ അപ്പം അങ്ങോട്ട് വന്നത്? പോ, ഔത്തുക്ക് പോയിക്കോ. ഉമ്മ ദോശ ഞാൻ കിട്ടോളമ്മ. ഉമ്മക്ക് എന്താ തിരക്കിട്ട് പണി? ഒന്നുമില്ല എൻ്റെ പൊന്നാര കുട്ടിയെ, ഓൾക്ക് വേദനയാണേ. ഞാൻ ഇവിടെ അടുക്കളയിൽ എന്നാ ഓൾക്ക് വേദനയാണ്. ഓൾക്ക് എന്തോ ഒരു ഇടങ്ങാറാന്നോ. ഉമ്മ തിരി, ഞാൻ ചുട്ടോളാം ബാക്കി. അല്ല, ഓൾക്ക് ഞാൻ രണ്ടെണ്ണം ചുട്ടെടുത്തിക്കണത് മതിച്ച് പോയിക്കാ. വേഗം പോയിക്കോ. വേഗം പോടി അകത്ത്. സൗദ, രണ്ടാളും നല്ലപോലെ അങ്ങോട്ട് സുഖിച്ചോളിട്ടോ. എന്നാൽ ശരിക്കും ഐഷും അത് കേട്ട് ഞെട്ടി. പഠിച്ചോനെ എന്തൊക്കെ അനാവശ്യം അവൾ വിളിച്ചറിയണേ. സൗദ, എനിക്ക് ദോശ ഉണ്ടാക്കി തന്നു, ചമ്മന്തി ഉണ്ടാക്കി തന്നു, നല്ല പാല് 2 ഗ്ലാസ് കാച്ചി തന്നു. അതൊക്കെ ഈ നട്ടപ്പാതിരാക്കി ഞാൻ ഉണ്ടാക്കി തന്നിട്ട് ഈ ഇതിനെ ഓളെ ഓരോന്ന് പറയണത്. ഷമ്മാസ് ഓൾഡ് മാത്രം എന്ന വിചാരം. എനിക്കും ഇഷ്ടമാണ് ഷമ്മാസിനെ. എനിക്കും ഷമ്മാസിൻ്റെ കൂടെ കിടക്കണം. ശരിക്കും ഐഷുമ്മ വിചാരിച്ച് പഠിച്ചവനതിന് മൂച്ചി പിരാന്തനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മതി, വേഗം പോന്നാൽ പോയിക്കോ. വേഗം കയ്യും മോറോ കഴിക്കാൻ ഒത്തു വയ്ക്കും. അമ്മ പാത്രം ഞാൻ കഴുകണ്ടല്ലോ, എൻ്റെ കൈ വേദനയാവും. വേണ്ട, അതൊക്കെ അവിടെ ഇട്ടിട്ട് പോയിക്കോ. വേഗം പോയിക്കിടന്നോ. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ റബ്ബേ. കുറേ ഇത് ഞാൻ കേട്ടിരിക്കണം. പഠിച്ചവൻ ഇങ്ങനത്തെ രോഗം ആർക്കും കൊടുക്കല്ലല്ല. കാരണം ഇത്രയും ബുദ്ധി ഇല്ലാത്തവരെ വർത്താനം പാവ നുസൈബാൻ്റെ മുമ്പ് എന്ന് പറയുന്നതാണ്. ഷമ്മാസ് എൻ്റെതും കൂടിയാണ്, എനിക്കും കൂടി വേണ്ടിയതാണ്. അങ്ങനെ എങ്ങനെ പഠിച്ചോനെ, ഏതായാലും വല്ലാത്തൊരു പുതുമ. അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാൻ ആ പമ്പർന്നോളാണെങ്കിൽ ജയിൽ കേസും കൂട്ടുപോയിട്ട് അങ്ങനെ. ഇനിയിപ്പോൾ കേസും ഇതൊക്കെ ആയിട്ട് എന്തൊക്കെയാവും ആർക്കറിയാം. വല്ലാത്തൊരു പുതുമയായിപ്പോയി ഇത്. എന്നാൽ ഈ സമയം ഷമ്മാസ്, എന്താ നുസി പെട്ടെന്ന് തന്നെ വന്നത്? ഉമ്മ പറഞ്ഞു അകത്തേക്ക് പോകാൻ. എന്തോള് പറയണത്? ഇക്ക, ഓൾക്ക് നിങ്ങളെ ഇഷ്ടമാണത്ര. ഓള് നിങ്ങളെ കൂടെ ഓൾക്കും കിടക്കണം എന്നൊക്കെ പറയണത്. ഷമ്മാസ് എൻ്റെതും കൂടിയാണ്, എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ. പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു, ഓഹോ എന്തപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഫാൻസ് കൂടുതൽ? എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെയാണല്ലോ എന്നോടൊരു. എന്നാൽ അത് കേട്ടപ്പോൾ നുസൈബയുടെ മുഖം വല്ലാതെയായി. എന്നാൽ നുസൈബ പറഞ്ഞു, ഷാമോനെ അത് മറ്റൊന്നുമല്ല, എൻ്റെ ഷാമോൻ നല്ല ഗ്ലാമറാണ്, പിന്നെ എല്ലാവരോടും നല്ല സ്വഭാവമാണ്, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉഷാറുള്ള ആണുങ്ങളെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമായിരിക്കും. അതായിരിക്കും എൻ്റെ പെണ്ണെ നുസി, ഞാൻ നിൻ്റെ ഉള്ളെടുക്കാൻ വേണ്ടി പറഞ്ഞതാ. അങ്ങനെ ആരും ഇഷ്ടപ്പെടുക എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കിപ്പോൾ എന്താ, എനിക്കൊരു 10 മാറ്റി ഹോറി വിടല്ലേ. പഠിച്ചോൻ എനിക്ക് കനിഞ്ഞറിളിയ ഹോറി എന്താ? ഷമ്മാസ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലെ ആ ഒരു വെളിച്ചം നേരെ അവളുടെ കണ്ണുകളിലേക്ക് ഊർന്നിറങ്ങി. ശരിക്കും ആ പുഞ്ചിരി അവളെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. അപ്പോഴേക്കും കുഞ്ഞ് ഉണർന്ന് കരയാൻ തുടങ്ങി. എന്നാൽ നുസൈബ കുഞ്ഞിനെ എടുക്കുവാൻ വേണ്ടി അതാ തിരിഞ്ഞു നിന്നപ്പോൾ ഷമ്മാസ് പറഞ്ഞു, കുഞ്ഞിനെ എടുക്കണ്ട, കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് ആട്ടിക്കൊടുത്താൽ മതി, എന്നാൽ തന്നെ അവൾ ഉറങ്ങും. ആ തൊട്ടിൽ പതുക്കെ അതാ ഷമ്മാസ് തന്നെ ആട്ടിക്കൊടുത്തു. നുസി ഇങ്ങ് വന്നേ. എന്തേക്ക? ഇങ്ങ് വന്നേ, നിന്നെ ഞാനൊന്ന് കാണട്ടെ. സത്യം പറഞ്ഞാലേ
കേസും കൂട്ടും ഓട്ടപ്പാച്ചിലും എല്ലാം കൂടി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നിന്നെ കാണാൻ ഞാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് എൻ്റെ നുസി. തിരക്കുകൾക്കിടയിൽ എനിക്ക് പലപ്പോഴും നിന്നെ വല്ലാതെ അങ്ങ് മിസ്സാകുന്നുണ്ട് നുസി. നുസൈബയുടെ കണ്ണുകളിലേക്ക് അവൻ ആഴത്തിൽ നോക്കി. നുസൈബ നാണം കൊണ്ട് തല താഴ്ത്തി. എന്താ? അല്ല, അടുക്കളയിലേ? അടുക്കളൊക്കെ അവിടെ നിൽക്കട്ടെ. എത്ര ദിവസമായി എൻ്റെ പെണ്ണിനെനിക്ക് കിട്ടിയിട്ട്? എപ്പോഴും ബിസിയല്ലേ അല്ലേ? കൈകാലുകൾക്ക് ഒഴിവില്ലാത്ത ജോലി, 2 കുഞ്ഞുങ്ങളെ നോക്കൽ, അവർക്ക് മുലയൂട്ടൽ, അതിൻ്റെ ഇടയിൽ പഠനം. എൻ്റെ നുസി വല്ലാതെ ടയേർഡാകുന്നുണ്ട് അല്ലേ? അവളുടെ ആ മൃദുവായ കൈകൾ പതുക്കെ ഷമ്മാസ് തലോടി. നുസി, എൻ്റെ പെണ്ണിന് ഒരുപാട് ജോലി ഉണ്ടല്ലേ? എന്തായാലും നാളെ മുതൽ നീ പഠിക്കാൻ പോയിക്കോ. വീട്ടിലെ ജോലികളെല്ലാം ഇനി വേറൊരാളെ നമുക്ക് ഏൽപ്പിക്കാം കേട്ടോ, തൽക്കാലം. അല്ലെങ്കിൽ നീ ഇവിടെ ജോലി എടുത്തങ്ങ് കുഴങ്ങും. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആ പിഞ്ചു കുഞ്ഞിനെ വിചാരിക്കുമ്പോൾ അതാണ്. എൻ്റെ ഇക്ക സാരല്ല, അതൊക്കെ പഠിച്ചവൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുമല്ലോ, അത് നല്ല കാര്യമല്ലേ. എന്നാൽ അതാ അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷമ്മാസ് അവളെ നെഞ്ചോട് ചേർത്തു. എൻ്റെ നുസി, അള്ളാഹു നീ എനിക്ക് തന്ന അനുഗ്രഹമാണ് ശരിക്കും. അതെ. അപ്പോഴേക്കും അതാ ഷമ്മാസ് അവളെ വാരി പുണർന്നിരുന്നു. അതെ, ദിവസങ്ങൾക്ക് ശേഷം അവർ 2 പേരും അവരുടെ ആ സുന്ദരമായ ലോകത്തേക്ക് ഇഴുകിച്ചേർന്നു. അവർ 2 പേരും പരസ്പരം ഒന്നായി. എന്നാൽ അതിനിടയിൽ ഷമ്മാസിൻ്റെ ആ ഒരു ചോദ്യം, നുസി, അത് നമ്മുടെ കുഞ്ഞിന് ഒരു കൂട്ട് വേണ്ടേ? അതുണ്ടല്ലോ, മോനുണ്ടല്ലോ ഇപ്പോൾ. ഓ അങ്ങനെ. എന്നാലും എൻ്റെ പൊന്നിക്ക. ശരിക്കും അതാ ഷമ്മാസും നുസൈബയും അവരുടെ ആ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.